ഇപ്പോൾ മണിപ്പൂർ കേഡറിൽ കളക്ടറായിട്ടിരിക്കുന്നു. കളക്ടറെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പോകാനായിട്ട് ആരുമില്ല. നമ്മുടെ ഡ്രൈവേഴ്സ് പോലും ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. ഫാമിലി ട്രാജഡി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഒരുപാട് പേര് അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ആളുകൾ ഭയങ്കര വയലൻറ്റുമാണ്. ബ്ലീഡിംഗ് ഉണ്ട്. എക്സാം ഹാളിൽ പോയിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ചോര ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിലത്ത് തളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തുള്ള ഫാക്കൽറ്റീസ് പറഞ്ഞു, നിങ്ങൾ കോപ്പി അടിച്ചോളൂ. മനഃപൂർവ്വം ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുത്തി. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. അപ്പോൾ നമുക്ക് തന്നെ കിട്ടിയ വാണെങ്കിൽ പോകണ്ടെന്നാണ്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ അവർ കൈയടക്കി, അവർ കത്തിച്ചു. ഫുൾ ഇന്റർനെറ്റ് ബാൻഡാണ്. പക്ഷേ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയി. മേ ബി സ്മഗ്ലിംഗ് ഒക്കെ പോലെയാണ്. രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് രണ്ടുപേർക്കും അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആവശ്യങ്ങൾ ന്യായമാണ്. ഇവിടെ എല്ലാം നല്ല അടാറ് പരാജയമായിരുന്നു. ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ കടമുണ്ട്, എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഒരു മടിയുണ്ട്. ഇപ്പോൾ കുറച്ച് നാളെ വെയിറ്ററായിട്ടൊക്കെ ജോലി ചെയ്തു. കാറ്ററിംഗ് ഒക്കെ നടത്തിയിട്ട് ഏത് കടമാണ് നമ്മൾ വീട്ടുന്നത്. ഞാൻ ലാസ്റ്റ് റാങ്ക് ആയിരുന്നു. ഒരു പക്ഷേ ഒരു 4 മാർക്ക് കുറവായിരുന്നെങ്കിൽ ക്ലിയർ ചെയ്യില്ലായിരുന്നു. ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആൻസർ കീ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിയെന്ന് വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം തെറ്റാണ്. അപ്പോഴാണ് മനസ്സിലായത് എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാകാൻ തന്നെ കുറച്ച് അധ്വാനിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. വ്യാപാരം എടുത്ത് ചോദിച്ചാൽ നീ ശരിക്കും പ്രിലിമിനറി പാസ്സായോ ആണ് തോന്നുന്നത്. അപ്പം കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. ഞാനൊരു മനുഷ്യൻ്റെ അടുത്ത് പറയാതെ തലയിൽ മുണ്ട് വിട്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് ലോകം മൊത്തമാക്കി. ആക്ച്വലി ഇതൊരു മണ്ടത്തരമല്ല. ഞാൻ ആരുടെ പറഞ്ഞില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ എൻ്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞാൻ ഗൾഫിൽ പോവുകയാണ്. ആശിഷ് ദാസ് IAS ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. 2020 ബാച്ച് ഇപ്പോൾ മണിപ്പൂർ കേഡറിൽ കളക്ടറായിട്ടിരിക്കുന്നു. കളക്ടറാണ് സാർ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റിപ്പോർട്ടിങ് കിട്ടിയ സമയത്താണെന്ന് തോന്നുന്നു മണിപ്പൂരിലെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത്. സാറിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടിരുന്നു. മണിപ്പൂരിൽ 1.5 വർഷമായി. ഞാൻ സബ് കളക്ടറായിട്ട് ഒരു 6 മാസമായപ്പോഴാണ് മണിപ്പൂർ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറിനോട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഒന്നും അതിനകത്ത് വേണ്ട. അതിനകത്തൊരു ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ ഫസ്റ്റ് ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻകഥയുണ്ട്. അതായത് സാറ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു, പിന്നീട് ഇങ്ങോട്ടേക്ക് ഫയർമാനായി, അതിനുശേഷമാണ് സിവിൽ സർവീസ്. ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര ഒരു സിവിൽ സർവീസ് മോഹിച്ച് സാർ അതിലേക്ക് വന്നു, അല്ലെങ്കിൽ സാറിനൊരു ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മണിപ്പൂർ, നമ്മളെപ്പോഴും കേൾക്കുന്നത് മണിപ്പൂർ എന്നും അശാന്തമാണ് എന്ന് കേൾക്കുന്ന ഒരു സമയത്തേക്ക് പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞപ്പം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലൊരു സാറിൻ്റെ ഒരു നമുക്ക് ജോലി എടുക്കണം, സാറിനെ പോലുള്ള ഒരാൾ ഈ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു സമയമാണത്? അല്ല, ഞാൻ ജോലിയുടെ അപ്പുറത്ത് ഞാൻ വളരെ ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫാമിലി ട്രാജഡി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്നെ മണിപ്പൂരിലോട്ട് തിരിച്ച് വിളിപ്പിച്ചത്. ഫാമിലി അതായത് എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ സൂയിസൈഡ് ചെയ്തിരുന്നു. ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഞാൻ കണ്ടിരുന്നു. വൈക്കടുത്താണ്, കുറുപ്പനല്ലൂർ. അപ്പം അങ്ങനെ അതിനായിട്ട് നാട്ടിൽ വന്ന സമയത്താണ് മണിപ്പൂർ കലാപം ഇങ്ങനെ പീക്ക് ചെയ്തിട്ട് എന്നെ തിരിച്ച് അങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിൽ, അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ സബ് കളക്ടേഴ്സ് എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ആളുകൾ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ ആരുമില്ല. ആ ഡിസ്ട്രിക്റ്റിൽ എൻ്റെ അഡ്മിനിസ്ട്രേഷൻ വേക്കൻ്റ് ആണ്. അവിടെ കുറച്ച് അസാം റൈഫിൾസിൻ്റെ പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് ആളില്ല. അങ്ങനെയാണ് എന്നെ പെട്ടെന്ന് തിരിച്ചു വിളിപ്പിച്ചത്. വേറെ ആരുമില്ല, എത്രയും പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ. അങ്ങനെ വന്നു. പിന്നെ കളക്ടറെ ചേഞ്ച് ചെയ്തു. ഹരിയാനയിൽ നിന്നുള്ളൊരു ആളായിരുന്നു, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കളക്ടറായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാനായിട്ട് ആരുമില്ല. നമ്മുടെ ഡ്രൈവേഴ്സ് പോലും ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പം ഈ 2 കമ്മ്യൂണിറ്റി ഏരിയ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളും അവിടെ ഉണ്ടായിരുന്നൊരു ലോക്കൽ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ അവിടെ പോവാൻ. ഞാൻ വായിച്ചിരുന്നു സാറിന്റെ ആർട്ടിക്കിളിനകത്ത് സാറിന്റെ ഒരു അനുഭവം വായിച്ചിരുന്നു. അതാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചത്. കാരണം റീസെന്റ് ആയിട്ട് മണിപ്പൂരിൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിൽ സാർ പറയുന്നുണ്ട് ഈ പറയുന്ന ഒരു വിഭാഗത്തിനെ ആളുകളെ ആദ്യമായിട്ട് നിങ്ങളാണ് കേൾക്കുന്നതെന്ന്. ആ ഒരു ട്രൈബൽ വിഭാഗത്തിനെ ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങളായിരുന്നു പറയുന്നത്? അല്ല, മൊത്തത്തിലല്ല. നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ അങ്ങോട്ട് പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകളും പാനിക്കാണ്. അവിടുന്ന് കുറേ പേര്, അതായത് ഒരുപാട് പേര് അവിടെ കൊല്ലപ്പെട്ടു. ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ആളുകൾ ഭയങ്കര വയലൻറ്റുമാണ്, അതുപോലെ പാനിക്കുമാണ്, ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട്. ഏത് കമ്മ്യൂണിറ്റി ഏത് സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്രമിക്കുക എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ പാനിക്കായിരുന്ന സമയത്ത് അങ്ങോട്ട് പോകാനോ ഫേസ് ചെയ്യാനോ, അപ്പോൾ നമുക്ക് തന്നെ കിട്ടിയ വാണിംഗ് പോകണ്ടെന്നാണ്. പോകണ്ട, നമ്മുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ അവർ കൈയടക്കി, അവർ കത്തിച്ചു. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇൻഫർമേഷൻ അറിയാൻ പോലും വഴിയില്ല. ഫുൾ ഇന്റർനെറ്റ് ബാൻഡാണ്. അപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് തന്നെ റെസ്ട്രിക്റ്റഡ് ആണ്.
അങ്ങനെ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്കും ആവശ്യമായിരുന്നു ആരെങ്കിലും നമ്മളെ കേൾക്കാൻ വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് കോർഡിനേഷൻ ആയിരുന്നു. ഒരുപാട് ഫോഴ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അസാം റൈഫിൾ ഉണ്ട്, BSF ഉണ്ട്, CRPF ഉണ്ട്, ഇന്ത്യൻ ആർമിയുടെ ഒരു ബറ്റാലിയൻ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മണിപ്പൂർ പോലീസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യലാണ്. ഇവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മളിത് കോർഡിനേഷൻ ഉറപ്പുവരുത്തി. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ട്രോമയുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങോട്ട് പോകണം എന്നറിയില്ല. പിന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് ക്യാമ്പുകൾ സെറ്റ് ചെയ്തു. അപ്പോൾ റിലീഫ് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരുന്നതും അവരെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു. അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിലീഫ് മെറ്റീരിയൽ കൊണ്ടുവരുന്നത് ഈസി അല്ല. കാരണം ഇത് വരുന്ന വഴിക്ക് എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ട് ഈ റോഡിൽ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവിടെ നിൽക്കുകയാണ്, മറ്റൊരു കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് സഫോക്കേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒന്നും അങ്ങോട്ട് വിടണ്ട. അപ്പം ഈസി ആയിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഒരു വണ്ടി അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മേ ബി സ്മഗ്ലിംഗ് ഒക്കെ പോലെയാണ് റിലീഫ് മെറ്റീരിയൽ. ഇൻസുലിൻ പോലും വളരെ കണ്ണുവെട്ടിച്ചാണ്. മെഡിസിൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഭയങ്കര പാടായിരുന്നു. ഈ പറയുന്ന മണിപ്പൂർ കേഡറിലേക്ക് ആദ്യം എടുത്തപ്പോൾ തന്നെ സാറിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? കാരണം ഞാൻ എടുത്തതല്ല, ഗവൺമെന്റ് തന്നപ്പോൾ പോലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എനിക്ക് നോർത്ത് ഈസ്റ്റ് ഓക്കെ ആയിരുന്നു. എനിക്ക് നോർത്ത് ഈസ്റ്റ് അതായത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി. കാരണം ആ സമയത്ത് മണിപ്പൂർ ഭയങ്കര ശാന്തമായിരുന്നു. ഈവൻ അണ്ടർ കറൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മണിപ്പൂരും പുരോഗതിയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് മിസ് ഇന്ത്യ കോമ്പറ്റീഷൻ അവിടെ വെച്ച് നടത്തിയിരുന്നു. അതുപോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചുകളും ഫുട്ബോൾ മാച്ചുകളും ഒക്കെ മണിപ്പൂർ ഹോസ്റ്റ് ചെയ്തു. മണിപ്പൂർ ഇന്ത്യ ടുഡേയുടെ മാഗസിനകത്ത് റെക്കഗ്നീഷൻ ഒക്കെ കിട്ടി മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നോർത്ത് ഈസ്റ്റ് എല്ലാം ഏതെങ്കിലും ഒരു കാലത്ത് ടർബുലന്റ് ആയിരുന്നു. അവിടുന്ന് ഓരോ സ്റ്റേറ്റുകളായിട്ട് മാറി പീസ്ഫുള്ളായി സ്റ്റേബിളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടായത്. അല്ല, നമ്മൾക്കും അതൊരു രണ്ട് രീതിയിൽ പ്രൗഡാണ്. മലയാളിയായ ഒരാൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോവുകയും സാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് അത് ആക്ച്വൽ ഫാക്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം നമ്മൾ പൊലിപ്പിച്ച വാർത്തകളാണ് കാണുന്നത്. മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് ഒരു 10 പേര് കൈമറിഞ്ഞ സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പം നേരെ അത് മറിച്ച് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. അല്ല, ആക്ച്വലി അതായത് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് ഇറങ്ങുന്ന സിറ്റുവേഷൻ ആണ് അവിടെ. ഫേക്ക് ന്യൂസുകൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഈ പറയുന്നേക്കാം കള്ളം ലോക പര്യടനം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് സത്യം ഇവിടെ ഷൂസ് സോക്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നതേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം ഫേക്ക് ന്യൂസ് കുറെയെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള മീഡിയയാണ് ഏറ്റവും ആദ്യം അവിടെ വന്നിട്ട് ഒബ്ജക്റ്റീവായിട്ട് റിപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എനിക്കറിയാം മനോരമയിൽ ഒരു റിപ്പോർട്ടറുണ്ട്, ജാവേദ് ഏട്ടൻ. ജാവേദൊക്കെയാണ് ഏട്ടനാണ് മണിപ്പൂർ. കാരണം ചേട്ടൻ നോർത്ത് ഈസ്റ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളും ചോദിക്കും, നമ്മൾക്കും ഇങ്ങനെ പുള്ളി ഒരു ന്യൂസ് വരുമ്പോഴത്തേക്ക് മിക്കവാറും വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ജെനുവിനാണോ സംഭവിച്ചതാണോ എന്ന് ചോദിക്കും. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. അല്ല, നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. നമുക്ക് ആരാണെങ്കിലും മനുഷ്യൻ സഫർ ചെയ്യുന്ന ഒരു തരത്തിൽ നമുക്ക് അത് ആരും ആയിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തുള്ളതാണെങ്കിലും കേട്ടോ, അതൊക്കെ ഇന്ത്യക്കകത്തോ കേരളത്തിനകത്തോ എവിടെ ഉള്ളവരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയുള്ളൊരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് അവർക്ക് ഒരേ സമയം ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം സാറിനോട് ഫസ്റ്റ് തന്നെ മണിപ്പൂർ വിഷയം ചോദിക്കാനുള്ള കാരണം സിവിൽ സർവീസിൻ്റെ ഇതിൽ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നമ്മൾ നടപ്പാക്കേണ്ടത് സാമൂഹ്യ നീതിയാണ്. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ ഒരാളെ വെറുപ്പിക്കാനും പാടില്ല, അന്ന് അതേ സമയത്ത് നീതി കൃത്യമായിട്ട് ആ നീതി അവർക്ക് കിട്ടുകയും വേണം എന്നുള്ളൊരു ഇത് സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു. അത് സാറിന് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയോ? അല്ല, ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് സംതൃപ്തിയോടെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കൊണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗത്തെ കൊണ്ടോ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. കേരളത്തിൽ പിന്നെയും സാമൂഹ്യ നീതി നടപ്പിലാക്കപ്പെടുന്നത് ഇവിടെ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നുണ്ടാണ്. ഇവിടുത്തെ ജനങ്ങളുണ്ട്, ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിച്ചു വാങ്ങാൻ അറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയ ഉണ്ട്. ഇവിടെ ഒരു അനീതി നടക്കുമ്പോഴത്തേക്ക് അത് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ സാമൂഹ്യ നീതി നടപ്പിലാക്കപ്പെടുമ്പോഴത്തേക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാനും റിപ്പോർട്ട് ചെയ്യപ്പെടാനും ഉള്ള എല്ലാം ഇവിടെ ആൾക്കാരുണ്ട്. അവിടെ അങ്ങനെയല്ല. അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. എന്താണ് ആക്ച്വലി അവിടുത്തെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് രണ്ടുപേർക്കും അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആവശ്യങ്ങൾ ന്യായമാണ്.
അതെ, ഒരു കളക്ടർ എന്ന നിലയിൽ ഏറ്റവും വലിയ ടാസ്ക് ആണത്. അതെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല, ആരുടെ ഭാഗത്ത് നിന്ന് ന്യായം പറയാൻ പറ്റില്ല. നമ്മളുടെ ജോലി ചെയ്തിട്ട് പോവുക എന്നുള്ളതല്ലാതെ. നിങ്ങളെ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിൽക്കുന്നവർക്ക് ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് നീതി നേടിക്കൊടുക്കണോ, അതോ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷത്തിന് നീതി നേടിക്കൊടുക്കണോ? എന്തായിരിക്കും ശരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുമ്പോൾ? അല്ല, ആക്ച്വലി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു കഥ പറയാം. നടന്ന സംഭവമാണ്. ഈ സ്വച്ഛ ഭാരത് മിഷൻ ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു. അപ്പോൾ ഈ ക്യാമ്പയിനായിട്ട് ഈ ട്വിൻ പിറ്റ് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു. അതായത് 2 പിറ്റുകൾ നമ്മുടെ ക്ലോസറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന 2 പിറ്റ്, അതിനകത്തുനിന്ന് വരുന്ന കക്കൂസ് മാലിന്യം ഇതിനകത്ത് വന്ന് കിടക്കും. ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫെർട്ടിലൈസറായി മാറും. അപ്പോൾ അതെടുത്ത് കളയും. പക്ഷേ ഇത് നമ്മൾക്ക് പൊതുവെ ഈ ഒരു സംഭവം നമ്മുടെ കാസ്റ്റുമായിട്ട് വളരെ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ലോവർ കാസ്റ്റിലുള്ള ആളുകളാണ് ഇത് ഈ പണിയെടുക്കുള്ളൂ, അപ്പർ കാസ്റ്റിലുള്ള ആളുകൾക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു പ്രചരണം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ലോവർ കാസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ട്വിൻ പിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്വച്ഛ ഭാരത് മിഷൻ ഹാൻഡിൽ ചെയ്തത് പരമേശ്വർ അയ്യർ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. സ്വച്ഛ ഭാരത് മിഷൻ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ജൽജീവൻ മിഷൻ്റെ ഒക്കെ ഇതായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഉയർന്ന ജാതിയിലുള്ള ഒരാളാണ്. പുള്ളി ഇറങ്ങി ഈ ടോയ്ലറ്റ് പിറ്റിലിറങ്ങിയിട്ട് ഈ മാലിന്യം വെട്ടിയെടുത്ത് പുറത്തിട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്കൊരാളെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും പറ്റില്ല, ഉപദേശിച്ചിട്ട് ഇന്ന് വരെ ആരും നന്നായിട്ടില്ല. നമുക്ക് കാണിച്ചു കൊടുക്കാം, അങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക. ഇല്ലാതെ നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ന്യായം പറയാൻ നിൽക്കരുത്. മോസ്റ്റ്ലി അത് വർക്കാകില്ല. സാറെന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൊല്ലംകാരനായ ഒരാള് ഇന്ന് ഇപ്പം ഈ IAS വരെ എത്തിപ്പിടിച്ചതിൽ ഒരു നല്ല സ്റ്റോറി ഉണ്ട്, ഒന്ന് പറയാമോ? അല്ല, സ്റ്റോറി ആക്ച്വലി എൻ്റെ സ്റ്റോറി ഒരു രക്ഷപ്പെടലിൻ്റെ എസ്കേപ്പിസത്തിൻ്റെ സ്റ്റോറിയാണ്. അതായത് പൊതുവെ ആളുകൾ പെർസീവ് ചെയ്യുന്നത് ഇയാൾ സിവിൽ സർവീസ് ഒരു പക്ഷേ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഈ ലക്ഷ്യമേള നേടിയെടുത്തു. അങ്ങനെയല്ല എൻ്റെ കഥ. എനിക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ ഞാൻ പഠിക്കാൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻറ്. എല്ലാ സിവിൽ സർവീസുകാരും പറയുന്ന സെയിം ഡയലോഗാ സാറ്, ഞങ്ങൾ പഠിക്കാൻ ആവറേജ്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരുപാട് റാങ്ക് ഒന്നും മേടിച്ചിട്ടുള്ള അങ്ങനത്തെ ഉള്ള ആളല്ല. അപ്പോൾ 10ാം ക്ലാസ് വരെ തന്നെ കാണാപ്പാടം പഠിച്ചിട്ടാണ് നമ്മൾ എത്തുന്നത്. അല്ലാതെ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല. സ്കൂളിൽ നിന്ന് തരുന്നു, നമ്മൾ കാണാപ്പാടം പഠിക്കുന്നു, എക്സാമിന് എഴുതുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെയാണ് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ളത്. +2 ഒക്കെ ഭയങ്കരമായിട്ട് ഉഴപ്പാൻ തുടങ്ങി. +2 പഠിക്കുന്നത് തന്നെ എനിക്ക് ബയോളജി പഠിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞു. അപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതണം. അപ്പോൾ അത്രയും കോമ്പീറ്റ് ചെയ്യാൻ വയ്യ, പേടിയാണ്. നമ്മൾ കോമ്പീറ്റൻ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കുന്നത്. സാർ അത് പറഞ്ഞിരുന്നു, എനിക്കത് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങിക്കണം, പെട്ടെന്ന് ജോലി കിട്ടുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പോലുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട്. പക്ഷേ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനോടൊരു പാഷൻ തോന്നുന്നില്ല, എന്തോ എനിക്കത് വർക്കാവുന്നില്ല. പറയുന്ന അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഇങ്ങോട്ട് എത്തിയതുമില്ല എന്ന് പറയുന്നൊരു ത്രിശങ്കു പരുവത്തിലായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കുറേ കടമുണ്ട്, എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ റെസ്പോൺസിബിലിറ്റികളെല്ലാം ചെയ്യണം എന്നുണ്ട്. എന്നാൽ നമുക്ക് പോയി കഷ്ടപ്പെടാനൊന്നും വയ്യ, ബേസിക്കലി ഒരു മടിയുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തൊക്കെയോ കുറേ ജോലി ചെയ്തു. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു കാറ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ അവിടെയായിരുന്നു, അവിടെ നിന്നു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് നാൾ വെയിറ്ററായിട്ടൊക്കെ ജോലി ചെയ്തു. എല്ലാം ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച അതിൻ്റെ കടങ്ങൾ വീട്ടാനൊന്നുമല്ല, അന്നേരമുള്ള ചിലവ് നടത്താൻ. കാറ്ററിംഗ് ഒക്കെ നടത്തിയിട്ട് ഏത് കടമാണ് നമ്മൾ വീട്ടുന്നത്? പിടിച്ചു നിൽക്കാൻ വേണ്ടി. നമ്മുടെ പോക്കറ്റ് മണി, നമ്മുടെ എക്സ്പെൻസ്, ഡെയിലി എക്സ്പെൻസ്. ഫാമിലി ഒന്നും പറയില്ലായിരുന്നു? പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റുന്ന. ഒറ്റ മകനാണ്, ഒരുപാട് പ്രഷറില്ല. എന്നാലും നമ്മുടെ ഉള്ളിലുണ്ട് അച്ഛനമ്മേനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ ഉണ്ട്. അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കുറച്ച് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മളും പാഷനേറ്റ് ആയിരിക്കണമല്ലോ. ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ശരിക്കും ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് തോന്നാൻ പാടില്ല. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കണമല്ലോ. അങ്ങനെ കുറച്ച് നാൾ ബാംഗ്ലൂർ പോയിട്ട് അവിടെ ഒരു കമ്പനിയിൽ ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എഴുതിയതാണ് ഈ ഫയർഫോഴ്സിൻ്റെ എക്സാം. PSC. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള ഒരു PSCക്ക് വേണ്ടി മാത്രമേ ഇങ്ങനെ ഒഴിഞ്ഞു വെച്ച കുറേ മനുഷ്യന്മാരുണ്ട്. ഇല്ല, എനിക്കത് ഒഴിഞ്ഞു വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള ആൾക്കാർ 10-15 വർഷമൊക്കെ പഠിച്ചിട്ടാണ്
ആ. ഒരു ജോലി കിട്ടുന്നത്. അപ്പം ഞാനൊരു മാസം നന്നായിട്ട് കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ ഒപ്പിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി വാങ്ങുന്നത് എന്നുള്ളൊരു ഐഡിയ. ഇത് ഞാൻ റാൻഡമായിട്ട് എഴുതിയതാണ്. എൻ്റെ ഒരു ചേട്ടനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി നിർബന്ധിച്ച്, അവരാണ് അപ്ലിക്കേഷൻ അയച്ചത്, അവരാണ് ഹോൾ ടിക്കറ്റ് കൊണ്ടു തന്ന് എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട് എഴുതിയത്. പക്ഷെ എന്തോ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ക്ലിയർ ചെയ്ത്, ഞാൻ ലാസ്റ്റ് റാങ്ക് ആയിരുന്നു. ഒരു പക്ഷെ ഒരു 4 മാർക്ക് കുറവായിരുന്നെങ്കിൽ ക്ലിയർ ചെയ്യില്ലായിരുന്നു. ആ ലാസ്റ്റ് റാങ്കിലാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. സർക്കാർ ജോലി കിട്ടിയപ്പോൾ തന്നെ വീട്ടുകാർ എക്സൈറ്റഡ് അല്ലേ? സർക്കാർ ജോലി കിട്ടി. സർക്കാർ ജോലി എക്സാം കഴിഞ്ഞു. അപ്പം പക്ഷേ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, ഒരു 2-3 വർഷം കാത്തിരിപ്പുണ്ട്. ഈ സമയത്ത് കുറേ ജോലി ചെയ്തു. ഇൻഡസിന്റെ ബാങ്കിലുണ്ടായിരുന്നു കുറച്ചു കാലം, ബാക്ക് ഓഫീസ് സ്റ്റാഫായിട്ട്. പിന്നെ HDFC ലൈഫിലുണ്ടായിരുന്നു ഇൻഷുറൻസ് ഏജന്റായിട്ട്. പിന്നെ ഫോക്സ് വാഗനിലുണ്ടായിരുന്നു കാറിന്റെ സെയിൽസ്മാനായിട്ട്. ഇവിടെ എല്ലാം നല്ല അടാറ് പരാജയമായിരുന്നു. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കും, എന്താണ് നമ്മുടെ പർപ്പസ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയോ കഴിവുണ്ടെന്നറിയാം, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ചു കാലം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് ജോലി കിട്ടി. ഫിസിക്കലൊക്കെ കഴിഞ്ഞു, കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായ കുറച്ച് ഇൻസിഡൻസ് ആണ് ആക്ച്വലി ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിവുണ്ടാകുന്നത്. ആക്ച്വലി ഫയർഫോഴ്സ് ടെക്നിക്കൽ എക്സാമാണ്, ടെക്നിക്കൽ കോഴ്സായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് PSC സീനിയോറിറ്റി ആയിരുന്നില്ല, അതിനുശേഷം മാറ്റി. അപ്പോൾ അന്ന് ഫയർഫോഴ്സിന്റെ അവിടെ വെച്ചിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാം പാസ്സാവുന്നവർക്കാണ് ആക്ച്വൽ സീനിയോറിറ്റി കിട്ടുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാസ്റ്റ് റാങ്കാണ്. എനിക്ക് ഒരു റാങ്ക് മേളിലോട്ട് പോയി കഴിഞ്ഞാലും ബെനിഫിറ്റ് ആണ്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു ആ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞു, നിങ്ങൾ കോപ്പി അടിച്ചോളൂ. എക്സാം, അതായത് ആ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തവണ അടുത്ത ബാച്ചിന്റെ കൂട്ടത്തിൽ വീണ്ടും എഴുതിയിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. സർവീസ് ടെസ്റ്റ് ആയിരുന്നു. സർവീസ് ടെസ്റ്റ് ആണ്. പക്ഷെ സർവീസ് സീനിയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നൊരു സെറ്റായിരുന്നു. ആക്ച്വലി ഞാനന്ന് കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. അപ്പോൾ നമ്മൾ പഠിക്കുന്നവരും പഠിക്കാതെ എഴുതുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? പിന്നെ ആലോചിച്ചതിനെ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് അത് ഞാൻ ആലോചിച്ചു. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുകയാണ്. കോപ്പി അടിക്കുന്നത് ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമില്ല. പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിച്ച് നോക്കും, ഒരു വ്യത്യാസമില്ല, ഒരേ ആൻസർ ആയിരിക്കും. അപ്പം എല്ലാം ഒരേപോലെ ഇരിക്കും. പിന്നെ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്ന ഒരാൾ ആദ്യം എവിടെയാണ് ഈ സാധനം വെച്ചേക്കുന്നതെന്ന് കണ്ടുപിടിക്കണം, എൻ്റെ കറക്റ്റ് ആൻസർ ഇതാണോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് എടുക്കണം. എന്നിട്ട് ഇത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് എല്ലാം നോക്കി എഴുതണം. അപ്പോൾ ഒരുപാട് ലാപ്സ് ടൈം ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ടയർഡാവും, ഭയങ്കരമായിട്ട് ടയർഡാവും. ഒരു ജയിക്കാനുള്ളതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മതി, ഇത്രയും മതി, ജയിക്കാനുള്ളതായി ഇത്ര എടുത്തിട്ടുള്ളൂ. അയാൾ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എക്സാം പഠിച്ചിട്ട് എഴുതുന്ന ഒരാൾ ഏതാണ്ട് അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ ആ സെൻറ്റൻസുകൾ മൊത്തം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതി. ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ, കൊടുത്തിരിക്കുന്ന ഓർഡറിലല്ലാതെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ. ഇപ്പം ഒരു സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റി എഴുതി. മനഃപൂർവ്വം ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുത്തി. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ 523 പേരുടെ ബാച്ചായിരുന്നു. അതിനകത്ത് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. അതെൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാം. അന്ന് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു അവാർഡ് തരുന്നത്. അപ്പോൾ അന്ന് ഈ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളാണ് ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുഖത്ത് ആദ്യമായിട്ടൊരു അഭിമാനം കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ എവിടെ ഒരു സ്പാർക്ക് ഉണ്ട്, നീ അത് കളയരുത്. മേ ബി അതാണ് തുടക്കം. അവിടെ വന്നിട്ടാണ് വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് സാറേ സിവിൽ സർവീസ് ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ എൻ്റെ ഓപ്ഷൻസ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ PSC പഠിക്കാമെന്ന് വെച്ചോ. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ 0 നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു SI ആകുകയാണ് എന്ന് വെച്ചോ. അപ്പോൾ ഞാനൊരു 3-4 വർഷം പഠിക്കണം. പഠിച്ചിട്ട് ആ സമയത്ത് തന്നെ എക്സാം വിളിക്കണം. ഏറ്റവും പഠിച്ച് പീക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എക്സാം വിളിക്കണം. എന്നിട്ട് ഇതിൻ്റെ പല സ്റ്റേജുകളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് അപ്പോയിൻമെൻ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം 8 വർഷം ആകുമ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് അടുത്ത ഗ്രേഡിലേക്കാണ്. അപ്പോൾ സാലറികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഒരു ചെറിയ മാർജിനൽ ഡിഫറൻസിന് വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? സ്മാർട്ട് വർക്ക്. അപ്പോൾ നമ്മൾ 7 വർഷം എഫേർട്ട് എടുത്തിട്ട് അതിനകത്ത് വലിയ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ PSC കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ്. അങ്ങനെ എഴുതാം. അങ്ങനെ ഞാൻ ആ PSC എന്ന് പറയുന്നൊരു ഓപ്ഷൻ
ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ എനിക്ക് പവറിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ മീൻസ് നമ്മുടെ തോളത്ത് 2 സ്റ്റാർ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റൊരാളെക്കാളും ബെറ്റർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു വിദേശത്ത് എവിടെയെങ്കിലും പോയാലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഫയർ ഫൈറ്റിംഗ് ആണ്. പക്ഷേ ഫയർ ഫൈറ്റിങ്ങിനകത്ത് ഞാൻ കോഴ്സൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം എന്നെ ആരും എടുക്കില്ല. ഞാൻ കുറേ ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്തു, പക്ഷേ വർക്കൗട്ട് ആയില്ല. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ എവിടെ തന്നെ ഞാൻ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു കോട്ട് വായിച്ചു. എനിക്ക് വെറുതെ, അതായത് ഈവൻ ഇഫ് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, ഈവൻ ഇഫ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു, ഐ ഫീൽ ലൈക്ക് ഐ എം വേസ്റ്റിംഗ് മൈ പ്രഷ്യസ് ടൈം. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം പാഴാക്കി കളയുകയാണ് എന്നുള്ളൊരു കോട്ട്. അപ്പം ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ, നെപ്പോളിയനും ഞാനൊക്കെ ഒരേ വൈബാണല്ലോ. അപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഈ സംഭവം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ യു ചലഞ്ച് ദ കിങ്. അതായത് എയ്തർ യു വിൽ ബിക്കം ദ കിങ് ഓർ യു വിൽ ബിക്കം ദ ഒപ്പോണന്റ് ഓഫ് ദ കിങ്. യു വിൽ നെവർ റിമെയിൻ ആസ് എ സോൾജർ. അതാണ് സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ക്ലിയർ ചെയ്യില്ല എന്നെനിക്ക് 99% ഉറപ്പായിരുന്നു. പക്ഷെ ഒന്ന്, എൻ്റെ ബോറടി മാറ്റും, എൻ്റെ ലൈഫിന് ഒരു പർപ്പസ് തരും. ബേസിക്കലി പർപ്പസ് ഇല്ല, ലൈഫിന് പർപ്പസ് ഇല്ല. നാളെ എങ്ങനെ ആകണം എന്നില്ല. ചില സ്വപ്നങ്ങൾ നടക്കും എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. എനിക്കറിയാം രാജ്യത്തെ ബെസ്റ്റ് ബ്രെയിൻസിൻ്റെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യാൻ വന്നത്. ഞാൻ അത്ര കോമ്പീറ്റൻ്റ് ഒന്നുമല്ല. എൻട്രൻസ് ഇടുന്നതിൽ നിന്ന് പേടിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച, അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്നതിൽ നിന്ന് പേടിച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം IIT-യിൽ നിന്നും IIM-ലേക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാരോട്ട് കോമ്പീറ്റ് ചെയ്യലൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എവിടെയാണോ നിന്നത് അവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ചുറ്റും ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടൊരു കാര്യം പറയാനുള്ളൊരു മിനിമം വിവരമെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നാളെ നമ്മൾ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കാനെങ്കിലും അറിയാമല്ലോ. ജസ്റ്റ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയുന്നതിനേക്കാളും ഒക്കെ എന്തുകൊണ്ടും നല്ലതല്ലേ എന്നുള്ളൊരു ഐഡിയയിൽ നിന്നിട്ടാണ് സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ആരെയും അറിയത്തില്ല. എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള, എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളെ പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു കുറച്ച് നാൾ ഈ ഗൂഗിളിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒന്നും അറിയില്ല, ഭയങ്കര ഇതൊരു ബുക്കൊക്കെ എടുത്തിട്ട് തന്നെ ഒരുപാട് വർഷമായി. അപ്പം ഒന്നും കിട്ടുന്നില്ല. ഈവൻ ഹിന്ദു ന്യൂസ് പേപ്പറാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് ഭയങ്കര കട്ടിയാണ്. അപ്പം എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് NCERT എടുത്ത് വെച്ച് വായിക്കണം എന്ന് പറഞ്ഞു. ഈവൻ NCERT-യുടെ 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയിട്ട് തന്നെ എനിക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ പറയുന്ന കുരുട്ടുബുദ്ധി വർക്ക് ചെയ്തു. ഫസ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഈഗോ മാറ്റി വെച്ചിട്ട് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ NCERT-യുടെ 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മൊത്തം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ബേസിക്സ് ക്ലിയർ ആക്കാൻ തുടങ്ങി. ഇപ്പോൾ ഹിന്ദു പത്രം ഞാൻ എടുത്തിട്ട് അതിനകത്ത് വേർഡ്സ് ഞാൻ നോട്ട് ചെയ്യും. വേർഡ്സ് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് എഴുതി വെക്കും. എന്നിട്ട് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഹെഡ്സെറ്റിലിരുന്നിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കും. അങ്ങനെ വൊക്കാബുലറി ഫെമിലിയർ ആക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് കയറി വരുമ്പോഴത്തേക്ക് ആ ഒരു കിക്ക് എവിടെയോ കിട്ടാൻ തുടങ്ങി. അങ്ങനെ 2-3 വർഷം ഇതേന്ന് പറഞ്ഞിട്ട് അലഞ്ഞു, ഒന്നും ആകാതെ ഇങ്ങനെ. സാർ എവിടെയെങ്കിലും കോഴ്സിന് പോയിരുന്നു? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട്. ഞാൻ സ്റ്റേറ്റ് അക്കാഡമിയിൽ കുറച്ച് നാൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ഏത് വർഷമായിരുന്നു സാർ പ്രിപ്പയർ ചെയ്തത്? 2014 അന്ന് കുറച്ച് നാൾ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ കേരള സമാജത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ലീവില്ല. അപ്പം ഞാൻ ബാംഗ്ലൂർ എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഞാൻ ട്രെയിനകത്ത് ബാംഗ്ലൂർക്ക് പോകും. അതായത് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ട്. അപ്പം ഞാനന്ന് സ്റ്റേഷൻ റൈറ്ററാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർ ബൈജു എന്ന് പറയുന്നൊരു സാറായിരുന്നു. പുള്ളി ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ പുള്ളി എടുത്ത് ഞാൻ പറയും, പുള്ളി എനിക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ റൈറ്ററാണ്, ആഴ്ച 5 ദിവസം ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ശനി ഞായറും പുള്ളി എങ്ങനെയാലും എനിക്ക് ഓഫോ ലീവോ എന്തെങ്കിലുമൊക്കെ തരും. വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ ട്രെയിൻ കയറും ബാംഗ്ലൂർക്ക്. അപ്പോൾ ശനിയാഴ്ച രാവിലെ അവിടെ എത്തും, ശനി ഞായറും അവിടെ ക്ലാസ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞായറാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചു കയറും. അവിടെ നിന്ന് തിരിച്ചു കയറിയിട്ട് അടുത്ത 5 ദിവസം വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫീസ് ഭയങ്കര കുറവാണ്, കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്. അപ്പം 90% മുകളിൽ എന്തോ അറ്റൻഡൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ കോഷൻ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുള്ളൂ. എനിക്ക് കോഷൻ ഡിപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടില് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും സിവിൽ സർവീസ് ആയിട്ട് പഠിക്കുന്നുണ്ട്? അമ്മയ്ക്കും അച്ഛനും അറിയായിരുന്നു. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
നമ്മുടെ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ചില്ലേ? അക്കാദമി പഠിച്ചപ്പോഴും ഈ പറയുന്ന വർക്കിന്റെ ടൈമിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അല്ല അന്നൊരു 2-3 മാസം ലീവ് എടുത്തു. leave? അപ്പോൾ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലീവിന്റെ ഉള്ള സമയത്ത് ഞാൻ പോയി കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. ഓക്കെ. ആ സമയത്ത് ഇപ്പം സാറ് ഏത് വർഷമാണ് ഫസ്റ്റ് എഴുതിയത്? 2015. 2015. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ എൻട്രൻസ് എഴുതാൻ പേടിച്ചിങ്ങ് മാറി നിന്നിട്ട് ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരുപാട് പേര് ഇപ്പം പ്രിലിംസ് എഴുതാൻ തന്നെ എത്ര പഠിച്ചാലും ടെൻഷൻ ഉള്ളവരുണ്ട്. സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു സമയം പ്രിലിംസ് എഴുതിയാൽ എഴുതി നോക്കണം എന്നാണ്? അതായത് കൂളായിട്ട്, അതായത് നമ്മൾ പറയും എല്ലാം അറിയുന്നവന് ടെൻഷൻ ഇല്ല, ഒന്നും അറിയാത്തവന് ടെൻഷൻ ഇല്ല, എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവര് ടെൻഷൻ ഉണ്ടെന്നുണ്ട്. അല്ല, ഞാൻ ഈ 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എഴുതിയത് എനിക്കൊന്നും അറിയത്തില്ല, അപ്പൊ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അങ്ങനെ പോയി എഴുതിയതാണ്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അത് പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നോ? ഇല്ല, അതാണ് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമ്മൾ പോകും തോക്കും. അതെങ്ങനെയാണെന്ന് അറിയാനായിരുന്നു എക്സാം എങ്ങനെയായിരുന്നെന്ന്? എക്സാം ഭയങ്കര കൂളായിരുന്നു. ഞാൻ ആക്ച്വലി എക്സാം എഴുതി, എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്, അവരുടെയൊക്കെ മുഖത്തുണ്ട് ചോരയൊക്കെ ഇങ്ങനെ വാർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ പോയി എക്സാം എഴുതി. അപ്പോൾ ഞാൻ എനിക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും കൂളായിട്ടിരിക്കുന്നത്, എനിക്ക് തന്നെ ശരിയാണോ? അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ പറയുന്നുണ്ട്, ഞാനും പറഞ്ഞു പാടാണ്, എന്നാലും ഉള്ളിൽ പറയുന്നുണ്ട് ഇല്ല എനിക്ക് വലിയ പാടില്ലായിരുന്നു, ഞാൻ ചിലപ്പോൾ ക്ലിയർ ചെയ്യുമായിരിക്കുമെന്ന്. അങ്ങനെ വീട്ടിൽ പോയി ആൻസർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിയെന്ന് വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം തെറ്റാണ്. അപ്പോഴാണ് മനസ്സിലായത് എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാകാൻ തന്നെ കുറച്ച് അധ്വാനിക്കണം. നമുക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല, സാറ് പറഞ്ഞത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അതെ, നമുക്ക് ആ എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സിവിൽ സർവീസ് എക്സാം ഭയങ്കര എളുപ്പമാണ്, ഞാൻ ഇച്ചിരി പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ തോന്നുന്നു. നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ 2 തവണ ഞാൻ അങ്ങനെ എഴുതി. അടുത്ത തവണ ഞാൻ പിടിക്കും, അടുത്ത തവണ ഞാൻ സീരിയസ് ആകും എന്നുള്ള രീതിയിൽ. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് എഴുതിയത്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതി. ആ സമയത്ത് എനിക്ക് റിസൾട്ട് സെയിം തന്നെയായിരുന്നു, എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം എനിക്ക് മനസ്സിലായി ഒരേ ഒരു ഡിഫറൻസ് അതായിരുന്നു, എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലായി, ഞാൻ ക്ലിയർ ചെയ്യില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ 3ാമത്തെ തവണ അന്ന് പിന്നെ കുറച്ച് ഡിപ്രഷനൊക്കെ അടിച്ച് അതെ തീർച്ചയായും അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കിക്കിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കിട്ടിയില്ല നമ്മൾ ഭയങ്കരമായിട്ട്. അതാണ് ഈ സിവിൽ സർവീസ് 4-5 തവണ എഴുതിയവര് ഭയങ്കരമായിട്ടും ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും ഡിസപ്പോയിന്റഡ് ആയിപ്പോ. അല്ല, ബേസിക്കലി അതായത് ഒരേ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വരുത്തരുത്. അതായത് സിവിൽ സർവീസിൻ്റെ മുമ്പിൽ അതായത് നമ്മൾ ആരാണ്, എവിടുന്ന് വന്നതാണ്, എന്താണ് പഠിച്ചത്, ഇതൊന്നും മാറ്റർ അല്ല. നമ്മൾ ആ എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് എത്രത്തോളം നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഈ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് മാറ്റർ ആയിട്ടുള്ളൂ. അപ്പം 3ാമത്തെ തവണ എനിക്ക് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തൊക്കെ മിസ്റ്റേക്കാണ് ഞാൻ വരുത്തിയത്. 1ാമത്തെ മിസ്റ്റേക്ക്, ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ നോളജ് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എക്സാമിന് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കേണ്ടത്. എന്നാൽ 4ാമത്തെ തവണ ഞാൻ എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. ആ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്തു. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിലിംസ് മാത്രമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് ഉണ്ട്, അപ്പോഴത്തേക്കും ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണ്. പിന്നെ അടുത്ത 3 മാസം കൊണ്ട് വേണം മെയിൻസ് എഴുതാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ മെയിൻസ് ഒപ്പിച്ചു. സാറിന്റെ ഇഷ്ട സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് അങ്ങനെ ഇഷ്ട സബ്ജക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതായത് എനിക്ക് ഹിസ്റ്ററി ഓപ്ഷൻ എടുത്തതാണ്. എനിക്ക് മലയാളമായിരുന്നു. മലയാളം എനിക്ക് ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മളൊരു സബ്ജക്റ്റിൻ്റെ അടുത്ത് കൂടുതൽ ഇഷ്ടം കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചറസ് ആവും. അപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം, അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്നത്. നമുക്കൊരു സബ്ജക്റ്റ് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ കുറച്ച് അറ്റൻഡ് ചെയ്യുള്ളൂ, അതിനകത്ത് നിന്ന് ആക്യുറസി നമ്മുടെ കൂടുതലായിരിക്കും. സാറ് പറഞ്ഞിരുന്നു ഒരു സ്മാർട്ട് വർക്ക് പറഞ്ഞിരുന്നു, ഒരു പുസ്തകം വായിക്കുമ്പോൾ 20 പേജ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണ്ടപ്പെട്ടത് 2 പേജിലേ കാണുകയുള്ളൂ. ആ 2 പേജിലുള്ളത് നമ്മൾ എടുക്കുക എന്നുള്ളത്. അല്ല, ഈ സ്മാർട്ട് വർക്കിൻ്റെ ഏറ്റവും അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുക. നമുക്ക് തോന്നുന്നു നമുക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് 4 ടെക്സ്റ്റുകൾ ഉണ്ട് എന്ന് വെച്ചോ, 4 ടെക്സ്റ്റുകൾ നമ്മളെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ 4 ടെക്സ്റ്റുകളും നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നു, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നു, ആ പ്ലാൻ ഫെയിലാകുന്നു, നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി എൻ്റെ പ്ലാൻ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി എക്സാം എഴുതുന്നു. അതേസമയം തിരിച്ചാലോചിച്ച് നോക്ക്, നമ്മൾ അതിനൊന്ന് ഒരു ടെക്സ്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു, ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, എനിക്കിതേ അറിയാവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്നുള്ള ബോധ്യത്തോടെ പോയി എക്സാം എഴുതുന്നു. 2ാമത്തെ രീതിക്കായിരിക്കും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുക. മെയ് മാസം അല്ലെങ്കിൽ ജൂണിലാണ് എക്സാം വരിക, പ്രിലിമിനറി വരിക. ഇപ്പം ഒക്ടോബറാണ്. ഈ ഒക്ടോബറിൽ പഠിക്കുന്ന ഒരു കാര്യവും നമ്മൾ മെയ്യിൽ ഓർത്തിരിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്മാർട്ട് വർക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്.
നമ്മൾ ആ ഒരു ലാസ്റ്റ് മാസം, ഇപ്പോൾ ഒരു മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം നമ്മൾ നടത്തുന്ന റിവിഷൻ ഉണ്ട്. ഈ റിവിഷനിൽ നമ്മൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ സംഭവം ഓർത്തിരിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് നമ്മൾ അത്രത്തോളം കണക്ട് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവണം. കാരണം ക്വസ്റ്റ്യൻസും ആ രീതിയിലാണ്, അനലിറ്റിക്കലാണ്, നമ്മളെ തെറ്റിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വരിക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു എക്സാം കഴിയുന്നിടം മുതൽ, ജൂൺ മാസം മുതൽ അടുത്ത ഏപ്രിൽ മാസം വരെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ റിവിഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് നമ്മളൊരു 10 മാസം കൊണ്ട് പഠിച്ച സംഭവങ്ങൾ അടുത്ത 2 മാസം കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സ് നമുക്ക് നന്നായിട്ട് കത്തുവാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ള സംഭവം. കാരണം നമ്മൾ UPSC ചോദിക്കുന്ന 4 ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ 2 നമുക്കറിയായിരിക്കും, 2 നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ആ കോൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഇതിനകത്ത് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. UPSCയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അതായത് 4 ഓപ്ഷൻ തരും. ഈ 4 ഓപ്ഷന്റെ താഴെ ABC അല്ലെങ്കിൽ AB ഓർ നോട്ട്. അപ്പം നമുക്ക് സാർ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആവും. നമുക്കറിയാം ഇതില് അല്ല, ആ കൺഫ്യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന ക്ലാരിറ്റിയാണ്, നമുക്ക് വേണ്ടുന്ന നോളജ് അല്ല. അപ്പൊ ആ ഒരു റിയലൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകും എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ നോളജ് കൂട്ടിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ ക്ലിയർ ചെയ്യില്ല. സാർ പ്രിലിമിനറി എഴുതാൻ പോയപ്പം ആക്സിഡന്റ് ഉണ്ടായി, എന്നിട്ട് വീണ്ടും രക്തത്തിൽ കുളിച്ചാണ് എഴുതിയതെന്ന് സാർ കുറച്ച് മുന്നേ പറഞ്ഞില്ല, എന്തായിരുന്നു സംഭവം? അല്ല, അതായത് തിരുവനന്തപുരം വഴുതക്കാട് കോളേജിൽ വെച്ചിട്ടായിരുന്നു, വിമൻസ് കോളേജിൽ വെച്ചിട്ടായിരുന്നു എക്സാം. അപ്പോൾ ഞാൻ അന്ന് എക്സാം എഴുതി. അപ്പോൾ 2 പാർട്ടാണ്, രാവിലെയും ഉച്ചയ്ക്ക്, ഇടയ്ക്കൊരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ രാവിലത്തെ എക്സാം എഴുതി, എക്സാം നന്നായിരുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ആശ്വാസത്തിൽ. അപ്പോൾ അടുത്തത് സെക്കൻഡ് പാർട്ട് ക്വാളിഫയർ ആണ്. അപ്പോൾ മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പം സമാധാനത്തിൽ അത് എന്തായാലും കിട്ടും എന്നുള്ളൊരു സമാധാനത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ വഴുതക്കാട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു 1 വേ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഈ 1 വേ വഴിയാണ് ഞാൻ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ അന്നേരം രാവിലെ അത് 1 വേ അല്ല, കുറേ വണ്ടികൾ 2 വശത്തോട്ടും പോകുന്നുണ്ടായിരുന്നു. എതിരെ വന്നു കഴിഞ്ഞപ്പോഴത്തെ അവിടെ ബോർഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിൽ ബൈക്കുമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എതിരെ വണ്ടികളെല്ലാം പാഞ്ഞു വരുന്നു, എതിരെ വരുന്ന കാറുകാരൊക്കെ ചീത്ത വിളിച്ചിട്ട് പോകുന്നു, എല്ലാവരും എന്നെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നു. പെട്ടെന്നൊരു കാറിൻ്റെ പുറകിൽ നിന്നൊരു ബൈക്ക് കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കയറി വന്നു. അപ്പോൾ അയാൾക്കും പിടിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല, എനിക്കും പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. പുള്ളി കയറ്റത്തുനിന്ന് കയറി വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വെട്ടിച്ചു. അപ്പോൾ സൈഡിൽ ഈ ഒരു നമ്മൾ നടക്കുന്ന വഴിയായിരുന്നു, നടപ്പാതയായിരുന്നു. അപ്പം അങ്ങോട്ട് കയറാനും സ്ഥലമില്ല. അപ്പോൾ നടപ്പാതയുടെ സൈഡിൽ വന്നിട്ട് വണ്ടി ഇടിച്ചു പോയി. അവിടെ സ്ലാബുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തോട്ട് പോയി വീണു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. തല പോയി നല്ലൊരു അടി അടിച്ചു, അത്യാവശ്യം വാരിയിൽ പോയി നല്ലൊരു അടി അടിച്ചു. കൈയൊക്കെ മുറിഞ്ഞു, എൻ്റെ ഡ്രസ്സ് മൊത്തം കീറിപ്പോയി. അപ്പോൾ അടുത്തുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളെ പിടിച്ചെഴുന്നേപ്പിച്ചു. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു ബേക്കറി നടത്തുന്ന ചേട്ടൻ. പുള്ളി എന്തൊക്കെ കുറേ പൊടികളൊക്കെ എൻ്റെ മുറിവിലൊക്കെ ഇട്ട് തന്നു. എനിക്ക് പുള്ളിയുടെ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ തന്നു. ഇതൊക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ എക്സാം ആണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ ഇത് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ധൈര്യമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് എക്സാം ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിടണം എന്നൊന്നുമില്ല. അപ്പോൾ കൊട്ടാരക്കരയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, ഡോക്ടർ സായി എന്ന് പറഞ്ഞിട്ട്, പുള്ളി അവിടെ ഒരു ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്നത്. അപ്പോൾ പുള്ളി അന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളിയെ വിളിച്ചു. അങ്ങനെ പുള്ളി ഓടി വന്നു. അങ്ങനെ പുള്ളിയാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എക്സാം ഹാളിൽ എത്തിക്കുന്നത്. അപ്പം അവിടുന്ന് നടന്നു പോവാണ്. അപ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒരു തരത്തിൽ വേദനയൊക്കെ സഹിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എക്സാം ഹാളിൽ പോയിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ചോര ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിലത്ത് തളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ എക്സാം എഴുതി തീർക്കണം. കാരണം ബ്ലീഡിങ് കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ തല ഇറങ്ങി വീണേക്കാം. അപ്പം ഇൻവിജിലേറ്റർ ചിന്തിക്കില്ല ഇയാൾക്കിനി ബാക്കി എക്സാം എഴുതാനുള്ളതാണ്, എഴുതി പാസ്സാവട്ടെ എന്നൊന്നും ചിന്തിക്കില്ല. ഒരാൾ തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ അവരെടുത്തോണ്ട് പോകും. എക്സാമിന് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറാനും പറ്റത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എൻ്റെ ഗട്ട് ഫീലിങ്ങിനെ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 1 മണിക്കൂർ കൊണ്ട് ഞാൻ 60 ക്വസ്റ്റ്യൻ ചെയ്തു തീർത്തു. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാമത് ആലോചിക്കാനൊന്നും വയ്യ. എൻ്റെ മനസ്സിന് ശരി എന്ന് തോന്നുന്ന ആൻസേഴ്സ് മാത്രം ചെയ്തു. ആ എക്സാമിനകത്ത് എനിക്ക് CSAT-ന് 120 മാർക്ക് ഉണ്ടായിരുന്നു. ആ എക്സാം എഴുതി തീർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിന് മേളിലൊരു വിജയം നേടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, ഈ എക്സാമും കൊണ്ടേ ഞാൻ പോരും. കിക്കായി.
അപ്പം അതാണ് പ്രിലിം ഫസ്റ്റ് ക്ലിയർ ചെയ്തത്. ഈ സിസാറ്റ് എക്സാം എഴുതി അത് നമ്മൾക്ക് എക്സാം കിട്ടിയെങ്കിൽ മാത്രമല്ലേ നമ്മുടെ പ്രിലിമിന്റെ ഫസ്റ്റ് പേപ്പർ. അതെ. അതിനുശേഷം പിന്നീട് അതിന്റെ മെയിൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് പിന്നീടുള്ള മെയിൻസിന്റെ അല്ല, അതാ പറഞ്ഞത്, ആ സമയത്ത് എക്സാം എഴുതി ക്ലിയർ ചെയ്യും എന്നറിയാം, അത്യാവശ്യം നല്ല മാർക്കിൽ ക്ലിയർ ചെയ്യും. പക്ഷെ മെയിൻസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇത്രയും കാലം പ്രിലിംസിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 3 മാസം എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അപ്പോൾ ഞാൻ പോയി ഒരു ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതി. അപ്പോൾ എനിക്ക് അത്യാവശ്യം അറിയാവുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു പേപ്പർ 2 GS2 പോളിറ്റി ഒക്കെ ഉള്ളൊരു ഗവർണൻസ് ഒക്കെ ഉള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതിനകത്ത് എനിക്കൊരു 50 മാർക്ക് കിട്ടും, 250. അപ്പം ഞാനത് അടുത്തൊരു 3 മാസം കൊണ്ട് വർക്ക് ചെയ്ത് ഞാനത് 100 മാർക്ക് ആക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സബ്ജക്റ്റാണ്. ഞാനപ്പോൾ എക്സാം എഴുതി അതിൻ്റെ മാർക്ക് വന്നപ്പോൾ എനിക്ക് 18.5 മാർക്കായിരുന്നു. അപ്പം അന്ന് ടെസ്റ്റ് സീരീസ് എടുത്ത് അപ്പം ഞാൻ 250. അപ്പം എനിക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് എടുത്തേണ്ടതാണ്. പിള്ളേരൊക്കെ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പം മലയാളത്തിൻ്റെ ഓപ്ഷണലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് 400 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 400 മാർക്കുണ്ട്. അപ്പോൾ കുറേ ഓപ്ഷണലാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണ്ട. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനിത് അന്നത്തെ ഒരു ഫാക്കൽറ്റീനെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇതിനകത്ത് എന്താണ് 400 മാർക്കിൻ്റെതുണ്ടല്ലോ, ക്വസ്റ്റ്യൻ 250 മാർക്കിൻ്റെ അല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ശരിക്കും പ്രിലിമിനറി പാസ്സായോ? ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നു. അല്ല, അത് ആക്ച്വലി നമ്മൾ ഒരു സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഇൻക്ലൂഡഡ് ഇന്റർവ്യൂ വരെയുള്ള പാറ്റേൺ ഇങ്ങനെ നമുക്കൊരു 3-4 ക്ലാസ്സിൽ ഇങ്ങനെ എടുത്തു തരത്തില്ലേ? അങ്ങനെയല്ല, ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എന്നും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ജോലിയുണ്ട്. നമ്മൾ ആ ജോലി കംപ്ലീറ്റ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോകും. നമുക്കങ്ങനെ പ്ലാൻ ബി ഒന്നുമില്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഈ ടെസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചില്ല, ഞാൻ പോണില്ല, ഞാൻ തന്നെത്താൻ പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഇരുന്ന് തന്നെത്താൻ പഠിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആദിൽ എന്ന് പറഞ്ഞിട്ട്, ആദിൽ മുഹമ്മദ്. അപ്പോൾ പുള്ളിയും ഞാനും കൂടി ഇരുന്ന് പഠിച്ച് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി, ഞങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കി, നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതി ആ വർഷം മെയിൻസ് ഞാൻ ക്ലിയർ ചെയ്തു. ആ വർഷം തന്നെ മെയിൻസ് ക്ലിയർ ചെയ്തു. ആ വർഷം അതിൽ ക്ലിയർ ചെയ്തില്ല, അതിലടുത്ത വർഷം ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതി. അപ്പം മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷം വരുമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ലീവ് എടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, പിന്നെ അടുത്ത ഇൻ്റർവ്യൂ ആണ് പോകുന്നത്. അപ്പം കേരള ഫയർഫോഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ മെയിൻസ് ക്ലിയർ ചെയ്യുന്നത്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവരിതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. അവർ കേരള ഫയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടു, ആശിഷ് ദാസിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു മനുഷ്യൻ്റെ അടുത്ത് പറയാതെ തലയിൽ മുണ്ട് ഇട്ടുണ്ട് നടന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് ലോകം മൊത്തമാക്കി. ആളുകളെല്ലാം വിളിക്കാൻ തുടങ്ങി, ഇങ്ങനൊരു ന്യൂസ് കണ്ടു, ശരിയാണോ, ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു, കൈവിട്ട് പോയി. എല്ലാവരും പറഞ്ഞു. അങ്ങനെ DGP വിളിപ്പിച്ചു. അവിടുത്തെ വിളിപ്പിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര മോട്ടിവേഷൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ അങ്ങനെ ആയിരിക്കും, ഇന്ന ചോദ്യം ചോദിക്കും, നീ ഇന്നത് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം, ഭയങ്കര മോട്ടിവേഷനും ഒക്കെയാണ്. അങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നല്ല ഒരു എന്താ പറയുക, ഒരു മാസ ലെവലിലാണ് പോയി അറ്റൻഡ് ചെയ്തത്. പോയി ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് പോയി, പാനലിൻ്റെ അടുത്ത് പോയി കോമഡിയൊക്കെ അടിച്ചു, തഗ്ഗൊക്കെ അടിച്ചു. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ പൊട്ടി. ലോകം മൊത്തം ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ അടുത്ത ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16 ദിവസമേ ഉള്ളൂ. അങ്ങനെ 16 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തു, പ്രിലിംസ് ക്ലിയർ ചെയ്തു, വീണ്ടും ക്ലിയർ ചെയ്തു. അപ്പൊ എളുപ്പമുണ്ടല്ലേ കുറച്ചുകൂടെ? അങ്ങനെയല്ല കേട്ടോ, ഞാൻ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവൂലോ. അല്ല, പക്ഷെ നമുക്ക് ഈ ഒരു വർഷത്തെ സിലബസ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് നോക്കാനോ നമ്മുടെ കയ്യിൽ 16 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 16 ദിവസം കൊണ്ട് വേണം നമുക്ക് ഈ സംഭവം പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അതെ, ഇന്റർവ്യൂ കഴിഞ്ഞാൽ അപ്പം തന്നെ കോള് വന്ന് നെക്സ്റ്റ് ഇയറിലേത് വിളിക്കുവാണല്ലോ. അല്ല, ഇന്റർവ്യൂ വരുന്നതിന് മുമ്പിട്ടേ, ഇപ്പൊ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരും. ഇന്റർവ്യൂ മെയ് ഒരു 14-നോ 15-നോ എന്താണ് റിസൾട്ട് വന്നത്. ജൂൺ ആദ്യം എക്സാം ആയിരുന്നു. ഞാൻ എക്സാം എഴുതി. ഞാൻ ആരുടെ പറഞ്ഞില്ല, ഞാൻ എല്ലാവരുടെ പറഞ്ഞു ഞാൻ എൻ്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞാൻ ഗൾഫിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ ഉപേക്ഷിച്ചു. ഞാൻ ആരുടെ പറയാതെ തിരുവനന്തപുരത്ത് പോയി എന്നൊരു 3 മാസം പ്രിപ്പയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തു. അപ്പം പിന്നെ അഹങ്കാരം അങ്ങ് മാറി. കഴിഞ്ഞ തവണ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പോയി മറ്റേ തഗ്ഗൊക്കെ അടിച്ച അതൊക്കെ അങ്ങ് മാറി. എന്തുകൊണ്ടായിരിക്കും അന്ന് ഇന്റർവ്യൂ പോയതെന്ന് അവർ മെയിൻസിന് മാർക്ക് കുറവായിരുന്നു. മെയിൻസിനോ? കാരണം 3 മാസം കൊണ്ട്
തട്ടിക്കൂട്ടി പഠിച്ചതല്ലേ. ഓ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉം, ഉം, ഉം. ക്ലിയർ ആയിരുന്നു. അടുത്ത തവണ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് വന്നു, രാജ്യം ലോക്ക്ഡൗണിലേക്ക്. അപ്പം ഇൻ്റർവ്യൂ ബാക്കി ഡിസ്കണ്ടിന്യൂ ചെയ്തു ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ്. അയ്യോ. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ തിരിച്ച് ഫയർഫോഴ്സിലോട്ട് വന്നു. അവിടെ വന്ന് പട്ടിയെ പോലെ പണിയെടുത്തു. കോവിഡായിരുന്നു. ഒരു 6 മാസം വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോഴത്തേ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നും വരാൻ പാടില്ല. എന്തെങ്കിലും പോയി പണിയെടുക്കുന്നു, വൈകുന്നേരം വന്ന് പാചകം ചെയ്യുന്നു. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? അയ്യോ ഭയങ്കര സങ്കടമായല്ലോ, അത് കിട്ടിയില്ല. അങ്ങനെയല്ല, നമ്മൾ ശ്രമിച്ചല്ലോ, അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. കിട്ടിയില്ല എന്നുള്ളതല്ല. നമ്മൾ പറയല്ല ഭയങ്കര ചില ആളുകൾ ഭയങ്കരമായിട്ടും കിട്ടുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇന്റർവ്യൂവിൽ പോയി പിന്നീട് വരിക എന്നൊക്കെ പറയുമ്പോഴേ അല്ല, എന്തെങ്കിലും റീസൺ ഉണ്ടാവും. നമുക്ക് വീണ്ടും ശ്രമിക്കാൻ പറ്റുന്നിടത്തോളം കാലം. ഇപ്പൊ നമ്മളൊരു സീരിയസ് മിസ്റ്റേക്ക് വരുത്തിയിട്ടായിരുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങുന്നിടത്താകരുത്. ഒരു 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അല്ല 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിൽക്കരുത്. ഞാൻ തുടങ്ങുന്നിടത്തല്ല നിൽക്കുന്നത്. തുടങ്ങുന്നിടത്തുനിന്ന് ഒരു എന്താ പറയുക, രാജ്യത്തെ ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മത്സരിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ വരെ ഞാൻ എത്തിയില്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളൊരു സംഭവം ചെയ്തു, ഇനി അതിന്റെ റിസൾട്ട് എന്താകും എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയൊക്കെ ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ പിന്നീട് വിളിച്ചപ്പോ വളരെ അടങ്ങി ഒതുങ്ങി അനുസരണയോടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ല. അതിലാണല്ലോ ഏറ്റവും കൂടുതൽ ഫയർഫോഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ല, രണ്ടിടത്തും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ എല്ലാവരും പറയാറുണ്ട്, അവർ മറ്റേ നമ്മളോട് തമാശയ്ക്ക് പറയുന്ന കേട്ടോ, സിവിൽ സർവീസിന് എത്ര സ്റ്റെപ്പ് കയറി, ഇതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആക്ച്വലി ഞാനും ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത്, ആരാണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് എണ്ണിക്കൊണ്ട് കയറി പോകുന്നത്? പക്ഷെ UPSC ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോസിബിളേ അല്ല. UPSC ബിൽഡിംഗ് ആ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടുത്തെ ഷാജഹാനാബാദിലെ UPSC ബിൽഡിംഗ് ഒരുപാട് വർഷമായിട്ട് അവിടെ ഉള്ള സംഭവമാണ്. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇന്റർവ്യൂ നടത്തുന്നത്. 12th ഫെയിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇന്റർവ്യൂ നടക്കുന്നത് ആക്ച്വലി UPSC ബിൽഡിങ്ങിലാണ്. അങ്ങനെ തന്നെയാണത്. അപ്പൊ അവിടെ കയറി വരുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത് എത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് വരുന്നത്? ഇതൊക്കെ ചുമ്മാ മിത്തുകളാണ്. ആളുകൾ ഒരുപാട് മിത്തുകളുണ്ട്, തള്ളിയിറക്കുന്നതാണ്. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. സിവിൽ സർവീസ് പിന്നെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് സാർ നാട്ടിലേക്ക് വന്നിട്ട് ആരുടെയും പറഞ്ഞിരുന്നു പിന്നീട് എഴുതിയെന്നും ഇല്ല? ഞാനൊരു മനുഷ്യന്റെ അടുത്തും പറഞ്ഞില്ല. റിസൾട്ട് വരുന്ന ദിവസം, റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജിതിൻ എന്ന് പറഞ്ഞിട്ട്, ഒരു നൗഷാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നൗഷാദിന് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല, ജിതിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അന്ന് റിസൾട്ട് വരുന്ന ദിവസം ജിതിനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ദേ ഇങ്ങനൊരു സംഭവം നടക്കുന്നു, ദേ ഒരു സിനിമയിൽ മാത്രം സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവം, വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ചെറുക്കൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. അതായത് സിവിൽ സർവീസ്, ഏത് സിവിൽ സർവീസ്? ഇവൻ കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പലപ്പോഴും ആലോചിക്കായിരുന്നു ഇവനെന്താ പഠിക്കുകയൊന്നും വേണ്ടേ, ഇവനെന്തെല്ലാം കളഞ്ഞോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവരെല്ലാവരും അറിയുന്നത്. അവർക്ക് പലർക്കും വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മൊത്തം കിട്ടിയത്. ഇങ്ങനെയായിരുന്നു സംഭവം, ഇവനൊന്നും പറയാതിരുന്നതാണ്. പിന്നെ DGP വിളിച്ചോ? സാറ് വിളിച്ചിരുന്നു, സാറിനെ പോയി കണ്ടിരുന്നു. അല്ല, സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആക്ച്വലി ഞാൻ ഈ എക്സാം ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചു. എന്നെ വിളിപ്പിച്ചിട്ട് കുറേ സമാധാനിപ്പിച്ചു, മോട്ടിവേറ്റ് ചെയ്തു. പുള്ളി എല്ലാ സപ്പോർട്ടും ഓഫർ ചെയ്തു. പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹേമേന്ദ്ര സാറായിരുന്നു അന്ന് ഫയർഫോഴ്സിന്റെ DGP. ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു. 291 റാങ്കും കരസ്ഥമാക്കി സെറ്റ്. നമ്മളും ശരിക്കും ഉണ്ടല്ലോ, ഈ സാർ പറഞ്ഞ പോലെ സിവിൽ സർവീസ് ഫലം ഇന്ന് പുറത്തു വരുമെന്ന് ഇങ്ങനെ തലേന്ന് വാർത്ത വരും. പിറ്റേ ദിവസം എല്ലാവരും എക്സൈറ്റഡാ, മലയാളിക്ക് കിട്ടിയോ, മലയാളി അവിടെ ഉണ്ടോ. അതെന്തോ നമ്മുടെ സ്വന്തം നമ്മൾക്ക് നേടാം. അത് ഒരുപാട് ഇപ്പം സാർ പറഞ്ഞാൽ 1,00,000 ആളുകൾ എഴുതുന്നിടത്തുനിന്ന് അതിൽ നിന്നും 10,000-60,000 പേർക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊരാൾ അയ്യോ ഞങ്ങളുടെ ആരോ. മലയാളികൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഈ ട്രോളന്മാരൊക്കെ കളിയാക്കി പറയും, പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് ട്രോളന്മാരൊക്കെ, മലയാളി റഡാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് പറയും. ഇപ്പൊ നമ്മള് കേരളത്തിന് പുറത്തോട്ട് പോവാണ്, അപ്പൊ ഇത്ര സർക്കിളിന്റെ അകത്ത് ഒരു മലയാളി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയും. നമ്മൾ ആദ്യം ചെയ്യുന്നത് നാട്ടിലെവിടെയാ, ഇത് മാൻഡേറ്ററി ആണ്. നമ്മൾ കാണും, എവിടെയാണെങ്കിലും കാണും. ഞാൻ മണിപ്പൂരിൽ ഒരു ദിവസം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 2 പേരെ കണ്ടു കഴിഞ്ഞാൽ മലയാളി ലുക്കുള്ള ഒരാൾ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, മലയാളമാണ് സംസാരിക്കുന്നത്. ഞാൻ പോയി സംസാരിച്ചു. കാരണം മലയാളികളെ കാണുമ്പോഴത്തേക്ക് നമുക്കുള്ള സന്തോഷം. അതേസമയം ഒരു ഡൽഹിക്കാരന് വേറൊരു ഡൽഹിക്കാരനെ ഇംഗ്ലണ്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ സന്തോഷമില്ല. മലയാളികൾ അത്രയ്ക്ക് ബോണ്ടഡ് ആണ്, സീരിയസ്ലി. അല്ല, നമ്മൾ ആഗ്രഹിക്കും. ഇപ്പൊ ഈ അർജുന്റെ ലോറി ഷിരൂരിൽ വെച്ചിട്ട് ആ ലോറി മുങ്ങിപ്പോയി. ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നില്ലേ? വേറെ ഏത് സ്റ്റേറ്റ്? ഒരു കന്നഡക്കാരനായിരുന്നെങ്കിൽ കർണാടകക്കാർ കാത്തിരിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല.
അത് ആ മലയാളിയുടെ ബോണ്ടിങ് ആണ്. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് എവിടെയാണെന്നുണ്ട് കാര്യം പറയും. നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നൊക്കെ പറയുമെങ്കിലും മലയാളി എന്ന് പറഞ്ഞിട്ട് മലയാളികൾക്കുള്ള ബോണ്ടിങ് അത് വേറെ ലെവലാണ്. അത് വേറെ എങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. സാർ ഇതിനിടയ്ക്ക് എപ്പോഴാണ് കല്യാണം കഴിച്ചത്? സിവിൽ സർവീസ് കിട്ടിയതാണ് അതിന് മുന്നേ? 3 അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചതാണ്. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ മെയിൻ അറ്റംപ്റ്റ് കിട്ടിയത്. അറ്റംപ്റ്റുകളൊക്കെ വരുന്നത്. അപ്പത്തേക്കും ഭാര്യയ്ക്ക് അറിയാമായിരുന്നോ കാര്യങ്ങളൊക്കെ? ആ, ഭാര്യയ്ക്ക് അറിയായിരുന്നു. ഭാര്യ വിദേശത്തായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സേഫ് ആയിരുന്നു. കാരണം അല്ലറ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതൊക്കെ. സാറ് പറഞ്ഞായിരുന്നു, ഞാൻ വായിച്ചിരുന്നു, ഈ ഒരു ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിദേശത്ത് പോയേനായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റില്ല. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഒരു ഇതും കൂടി നോക്കും. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നു. ഞാൻ എവിടെയോ കേട്ടതാണ് ഈ കഴിഞ്ഞ ദിവസം, നമ്മളൊരു വസ്തുവിനെ ആഗ്രഹിക്കുമ്പോൾ ആ വസ്തു നമ്മളെയും കൂടി ആഗ്രഹിച്ച തീർച്ചയായിട്ടും നമുക്കത് വരുമെന്ന്. അത് എനിക്കറിയില്ല. അങ്ങനെയല്ല, നമ്മൾ പോയി ഗ്രാബ് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ പോയി അത് എടുക്കേണ്ടി വരും. അതായത് വേറൊരു വസ്തു നമ്മളെ ആഗ്രഹിച്ചിരിക്കുമെന്നോ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യുമെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, ഒരുപാട് ഡോട്ടുകൾ നമ്മൾ ഉണ്ടാക്കും. ഒരു പോയിന്റിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഡോട്ടുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്യും. അത് മനുഷ്യൻ അങ്ങനെ ഒരു സംഭവമുണ്ട്, മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആരെങ്കിലും കൊണ്ടുതരണം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ അതുകൊണ്ടേ കയറുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ 2014 ഹരിത മേഡം ഇല്ലേ, അവരുടെ സിവിൽ സർവീസാണ് മലയാളത്തിൽ ഫസ്റ്റ് എഴുതിയിട്ട് അന്ന് അവരെ രാജ്ഭവനിൽ ആദരിച്ച സമയത്ത് ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുവരെയൊക്കെ സിവിൽ സർവീസ് എഴുതണം എന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് മലയാളത്തിൻ്റെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നല്ലോ, അങ്ങനെ മലയാളത്തിൽ എഴുതി ഇങ്ങ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നീട് കുറേയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ശ്വാസം കിടക്കുന്നത് ഈ ഫീൽഡിലാണ്. പക്ഷെ എന്നാലും എനിക്ക് നമുക്കൊരു ബാക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് 2 വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വഴി കൂടി നമ്മൾ പ്രോപ്പറായിട്ട് പോകും. പ്ലാൻ ബി സാർ പറഞ്ഞ പോലെ. സാർ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് ഒരു മരം വെട്ടാൻ എനിക്കൊരു അവസരം കിട്ടിയ 80 മിനിറ്റ് ഞാൻ അത് രാഗത്തേ ഉള്ളത് അല്ലേ. 1 മണിക്കൂറിൽ 80 മിനിറ്റ് ഇല്ല. അല്ലെ, ശരിയാ. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ഒരു 80% സമയം നമ്മളത് രാഗാനാണ് എടുക്കുക. കോടാലി രാഗി അതിന് മൂർച്ച വരുത്താനാണ് എടുക്കുക. ബാക്കി 20% സമയം കൊണ്ടിട്ടാണ് നമ്മൾ മുറിക്കുക. അതാണ് സ്മാർട്ട് വർക്ക്. കാരണം നമുക്ക് ആ 1 മണിക്കൂർ കണ്ടിന്യൂസ് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല എന്നുള്ള റിയലൈസേഷൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും, നമ്മൾ ആലോചിക്കാൻ പറ്റും. ഈവൻ എന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്ത് കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ന്യൂസ് പേപ്പറിൻ്റെ കാര്യം. അപ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിറൻറ്റ് യൂഷ്വലി ചെയ്യുന്ന ഒരു പരിപാടി രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് അന്നത്തെ ന്യൂസ് പേപ്പർ അരച്ച് കലക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 മണിക്കൂർ ശരാശരി ന്യൂസ് പേപ്പർ അരച്ച് കലക്കി കുടിക്കാനോ അതിൻ്റെ നോട്ട് എഴുതാനും അനാലിസിസിന് വേണ്ടിയിട്ടായിട്ട് എടുക്കും. അപ്പം ഒരു ദിവസത്തിൽ ഇപ്പം നമുക്കൊരു 10 മണിക്കൂറാണ് പഠിക്കാൻ കിട്ടുന്നത്, എൻ്റെ 30% ഇതിന് പോയി. ഒരു വർഷം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാനും അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് 1000 മണിക്കൂർ എടുക്കും എന്ന് നമ്മൾ കരുതുക. 1000 മണിക്കൂറിന് നമ്മുടെ നോട്ട് എത്ര ഉണ്ടാവും? ഇത്ര ഉണ്ടാവും. നമുക്ക് അവസാനത്തെ ഒരു മാസം കൊണ്ട് നമ്മൾ എന്തോരം പഠിക്കും? നമ്മൾ പഠിക്കില്ല, നമ്മൾ ഇതെടുത്ത് കളയും. അപ്പോൾ ആ സമയത്ത് ട്രെൻഡ് എന്താണ്? ലാസ്റ്റ് എല്ലാവരും കൂടി കറണ്ട് അഫെയർ കമ്പൈലേഷൻസ് ഇറക്കും. എല്ലാവരും അതിൻ്റെ പുറകെ പോകും. നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന പണിയെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകും. ആക്ച്വലി ഇതൊരു മണ്ടത്തരല്ലേ. അപ്പം ഞാനത് ചെയ്യില്ല. ഞാൻ അവസാനത്തെ ഒരു മാസം മാത്രമാണ് കറണ്ട് അഫെയർ ഞാൻ പഠിക്കുക. അപ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചുറ്റിരിക്കുന്ന ആൾക്കാർ ലോകകാര്യങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഒന്നും അറിയില്ല. ഞാനിവിടെ ഒരു മണ്ടനായിട്ടിരിക്കേണ്ടി വരും. അപ്പം ചില സമയത്ത് നമുക്കൊരു മണ്ടനായിട്ടിരിക്കാമെങ്കിൽ ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്കങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ടിരിക്കണം എന്നൊരു നിർബന്ധം പിടിക്കാതിരുന്നാൽ മതി. ഇഫ് യു ആർ ദ സ്മാർട്ടസ്റ്റ് ഇൻ ദ റൂം യു ആർ ഇൻ ദ റോങ് റൂം എന്നാണ്. ഓക്കെ സാറേ, എന്തായാലും സാറിൻ്റെ കഥയല്ല, നല്ല രസമുണ്ട് ജീവിതം. സാറ് ഭയങ്കര സിമ്പിളാണ്. സാറിൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയപ്പോൾ ഇപ്പോഴും കൂട്ടുകാരൊക്കെ ആയിട്ട്, നാട്ടിലെ കൂട്ടുകാരൊക്കെ ആയിട്ട് സാധാ ചില്ല് ചെയ്ത്, ഇപ്പം തന്നെ സാറിന് വരുമ്പോൾ മറ്റേ IAS IPS ചിലപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ. അല്ല, ഞാനിത് അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ ബീച്ചിൽ പോകുന്നതൊക്കെയുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരില്ലായിരുന്നു. അല്ല, ഇങ്ങനെ ഒരു ഇത് ഇവിടെ അറിഞ്ഞില്ലല്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല ഇന്റർവ്യൂ ഉണ്ടെന്നൊന്നും. അല്ല, പക്ഷേ സാറ് എന്ത് ഡ്രസ്സിലാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പം നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എതിരെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ എടുത്തു കഴിഞ്ഞാൽ
ബാക്കിയൊക്കെ അടിപൊളിയായിരിക്കും. സാർ ഇപ്പം കളക്ടറായിട്ട് ഒരു വർഷം എങ്ങനെയുണ്ട് സാർ ഇപ്പം വർക്കും കാര്യങ്ങളും ഒക്കെ? അല്ല, വർക്ക് ആക്ച്വലി എൻ്റെ ജില്ല ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ജില്ലയാണ്. മണിപ്പൂരിലെ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് ഇംഫാലിൽ നിന്ന് 16 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇത് മലയുടെ മേളിൽ കൂടിയാണ് പോകുന്നത്. റോഡൊക്കെ ഭയങ്കര മോശം അവസ്ഥയിലാണ്. അപ്പോൾ ചെന്നെത്താൻ ഭയങ്കര പാടുള്ളൊരു സ്ഥലത്താണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ മെയിനായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ നടത്തുമ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന കൊണ്ട് പഴയ രീതിയിൽ ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല. പിന്നെ ഈ പുതിയ ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റിന് ഇലക്ഷൻ്റെ സ്റ്റാഫ് ഇല്ല. അപ്പം അതായത് എനിക്ക് ആവശ്യത്തിന് ഈ പോളിംഗ് ഓഫീസേഴ്സ് കൂടിയില്ല. എൻ്റെ ഡിസ്ട്രിക്റ്റിൽ ആവശ്യത്തിന് വണ്ടികളില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ചലഞ്ചുകൾ. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അതായത് ഞാൻ എൻ്റെ ഓഫീസേഴ്സ് നടന്നു പോയിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് അവരെ ഡ്രോപ്പ് ചെയ്യും, അവരവിടുന്ന് നടന്നു പോകും. 15-20 കിലോമീറ്റർ ഈ സാധനങ്ങളെല്ലാം തൂക്കിക്കൊണ്ട് നടന്നു പോകും. ചിലർ ബോട്ടിൽ പോയി, ചിലർ മറ്റേ ഈ അവിടെ ശക്തിമാൻ എന്ന് പറയുന്നൊരു ലോറി ഉണ്ട്. അതായത് ഏത് സ്ഥലത്തൂടെയും കയറി പോകുന്ന ടൈപ്പ് ഒരു ലോറിയിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. അത് കണക്ക് നമ്മൾ ഹെലികോപ്റ്ററിൽ വിട്ടിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡുകളിൽ ഇലക്ഷൻ പാർട്ടീനെ ഡെസ്പാച്ച് ചെയ്ത് അവരെ തിരിച്ച് സേഫായിട്ട് എത്തിച്ചൊരു ഡിസ്ട്രിക്ട് നമ്മുടെ ആയിരിക്കും. ഉണ്ട സിനിമ ഇപ്പം സാർ പറയുമ്പോൾ ഉണ്ട സിനിമയിൽ ഇതുപോലെ ഇലക്ഷൻ്റെ ഇതല്ലേ. അപ്പം അവിടെയൊക്കെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ സാർ ഇപ്പം എങ്ങനെയാണ് ഇലക്ഷനെ അവർ നോക്കിക്കാണുന്നത്? സാധാരണ എൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ അത്യാവശ്യം ഡെമോക്രാറ്റിക്കലി അവെയർ ആണ്. അപ്പോൾ അവർ ഇലക്ഷനകത്തൊക്കെ പങ്കെടുക്കും. അവിടെ ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് ഇലക്ഷനെ അവിടെ നടക്കുള്ളൂ. കാരണം അവർക്ക് ശീലമുണ്ട്. അവരവരുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ നടത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡെമോക്രാസിയിൽ വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പാണ്. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ആളുകൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലായിരുന്നു. ട്രൈബ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അങ്ങനെയല്ല, അവിടെ ഉള്ളവരെല്ലാം ട്രൈബ്സ് ആണ്. അതായത് മണിപ്പൂരിലല്ല, എൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള 100% ആളുകളും ട്രൈബ്സ് ആണ്. അപ്പം ഇനിയിപ്പം സാറിന് അവിടെ തന്നെ തുടരുവാണോ? അങ്ങനെയല്ല, എൻ്റെ പെർമനന്റ് കേഡർ മണിപ്പൂരാണ്. അപ്പോൾ 9 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഡെപ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യാം. കിട്ടുവാണെന്നുണ്ടെങ്കിൽ 5 വർഷം കേരളത്തിൽ വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും പോസ്റ്റിൽ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നിന്ന് സിവിൽ സർവീസ് കിട്ടി പോകുമ്പോൾ? നമ്മുടെ ഫയർഫോഴ്സുകാർ മറ്റേ കേരള ഫയർഫോഴ്സിനൊക്കെ നന്ദി പറഞ്ഞിട്ടാണോ പോയത്? പുറകെ നിന്ന് കരഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് വിജയിച്ചു വാടാ മക്കളെ. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് കോൺടാക്ട്? എല്ലാവരോട്ടും, മിക്ക ആൾക്കാരോട്ടും കോൺടാക്ട്. സിവിൽ സർവീസ് എഴുതാൻ അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ചിന്തിക്കാനുള്ളൊരു ടോപ്പിക്കും കൂടെ സാറ് പറഞ്ഞത്. നമുക്ക് എന്തറിയാം, എന്തറിയില്ല, അത് ആദ്യം സെൽഫ് അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത് നടത്തിയിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകളുണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് എല്ലാ സിവിൽ സർവീസ് കിട്ടിയവരും അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു, ഞങ്ങളത് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഒരു ഭയങ്കര ഡിസയർ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞിടെ ഇവിടെ കൊച്ചിയിൽ 4ാം റാങ്ക് കിട്ടിയ, സിവിൽ സർവീസിന് 4ാം റാങ്ക് കിട്ടിയത് അദ്ദേഹം ആദ്യത്തെ അറ്റംപ്റ്റിൽ IPS കിട്ടിയിട്ട് മൊസൂറിൽ ട്രെയിനിങ്ങിലായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് രണ്ടാമത് എഴുതിയത്. വീട്ടുകാർ പോലും അറിഞ്ഞില്ല. റാങ്ക് വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ സിവിൽ സർവീസുകാരെല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ പുറത്തോട്ട് ഇപ്പോൾ നമ്മൾ പറയണം, നമുക്കൊരു സ്വപ്നം ഉണ്ടോയെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എല്ലായിടത്തും പറയാണ്. അപ്പം ഒന്നുകിൽ ആളുകൾ ഭയങ്കരമായിട്ട് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യും, നമ്മൾ ഡിസ്കറേജ് ചെയ്യും. നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു ടൈമുണ്ട്. ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പറയുകയാണ്, ഞാനിപ്പോൾ തൻ്റെ അടുത്ത് പറയുകയാണ് സിവിൽ സർവീസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച കാണുമ്പോൾ ചോദിക്കും എന്തായി പ്രിപ്പറേഷൻ. അപ്പോൾ ആ എക്സാം എഴുതുന്ന സമയത്ത് ദർ ഇസ് സംതിങ് കോൾഡ് റൈറ്റ് ടു ഫെയിലിയർ. അപ്പോൾ ഞാനൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് പരാജയപ്പെടാനുള്ള എല്ലാ അവകാശമുണ്ട്. അപ്പോൾ പരാജയപ്പെടാനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര റിസ്ക് വേണമെങ്കിലും അതിനകത്ത് എടുക്കാം. പക്ഷേ ഈ എക്സ്പെക്റ്റേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമുക്കൊരു തോന്നൽ വരും, അയ്യോ നമ്മൾ ഫെയിലാകാൻ പാടില്ല, ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ എന്ത് പറയും, ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആക്കുവാണല്ലോ, ഇത് നമ്മുടെ മേളിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും. ഇപ്പോൾ ഇൻ കേസ് അങ്ങനെയല്ല, അപ്പം ബാക്കിയുള്ള ഒരാൾ നമ്മൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പോകുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നം, ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരാളായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നും നമ്മളെന്തോ ആ സ്വപ്നം നേടിയെന്ന്. ആക്ച്വലി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് തോന്നും. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് കാലഘട്ടം? ഓൾറെഡി ഫയർഫോഴ്സിൽ നിന്ന് അങ്ങോട്ട് ചെന്നതുകൊണ്ട്. അല്ല, ട്രെയിനിങ് ഒക്കെ നല്ലതായിരുന്നു. മസൂറിയിലായിരുന്നു. ടഫായിരുന്നു? അല്ല,
ആ സാറ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിരുന്നു, തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ, മേളിൽ നിന്ന് പാലത്തിൽ നിന്ന് ജമ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ടഫ് ഉണ്ടായിരുന്നോ? അല്ല, മേളിൽ നിന്ന് പാലത്തിൽ നിന്ന് ജമ്പ് ചെയ്യുന്നതൊന്നും അത്ര ടഫ് അല്ലല്ലോ. എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയല്ലേ ജമ്പ് ചെയ്യുന്നത്, തള്ളി താഴെ ഇടുന്നൊന്നുമല്ലല്ലോ. മൈൻഡ് സെറ്റിന്റെ കാര്യം, അക്കാഡമിയിൽ നിന്ന് നമ്മൾ പോയിട്ട് അവരെന്ത് ആക്ടിവിറ്റീസ് ഇറക്കുവാണെന്നുണ്ടെങ്കിലും അവരെല്ലാ സുരക്ഷ അവിടെ ഉറപ്പാക്കിയിട്ടേ അവർ ചെയ്യിക്കുള്ളൂ. അതിനകത്ത് വലിയ ടഫ്നെസ് ഒന്നുമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ആ തണുപ്പത്ത്, മൈസൂരിൽ ഭയങ്കര തണുപ്പായിരുന്നു. ആ സമയത്ത് രാവിലെ 5:30 എഴുന്നേറ്റിട്ട് PT പോകണം. ഇതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും സാറെ സംസാരിക്കാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം. എൻ്റെ ലൈഫിലെ തന്നെ ഒരു വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുക. താങ്ക് യു സോ മച്ച്.